ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. 2047 വികസിത ഭാരതം സാക്ഷാത്കരിക്കുക ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. റെയിൽ യാത്രാക്കൂലിയിൽ വർധന. 215 കിലോമീറ്ററിൽ അധികമുള്ള ഓർഡിനറി ക്ലാസ്സിലെ യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസ വീതം കൂടും. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന് വിട നൽകി കലാകേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളത്തെ വീട്ടുവളപ്പിൽ നടന്നു. സംസ്ഥാനത്ത് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കം. യാത്ര ചെയ്യുന്നവർക്ക് ശുചിമുറികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ക്ലൂ ആപ്പുമായി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. വെള്ളിയാഴ്ച അവസാനിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇരുസഭകളും ബിൽ പാസാക്കിയിരുന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 തൊഴിൽ ദിവസങ്ങൾ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നു. 2047 വികസിത ഭാരതം സാക്ഷാത്കരിക്കുന്നതിന് ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനമാണ് VBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് ചുമതലയേറ്റു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കൌൺസിലുകളിലുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ഇതിനു പിന്നാലെ ഭരണസമിതികളുടെ ആദ്യ യോഗം ചേർന്നു. ആകെ 23,573 പേരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. തിരുവനന്തപുരം നഗരസഭയിൽ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭയിൽ NDAക്ക് 50 സീറ്റും LDFന് 29ഉം UDFന് 19 സീറ്റുകളുമാണ് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. രാവിലെ 11:30 തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചത്. ഏറ്റവും മുതിർന്ന അംഗമായ നന്ദൻകോട് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട KR ക്ലീറ്റസിന് ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ക്ലീറ്റസ് മറ്റ് ഭരണസമിതി അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പുതിയ ഭരണസമിതി മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കണ്ണൂർ സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്നു. 56 ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോർപ്പറേഷനിലെ 5ാം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗം TP ജമാലിന് വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ അരുൺ K വിജയൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് TP ജമാൽ മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കോർപ്പറേഷൻ ഹാളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. മുതിർന്ന അംഗം TP ജമാൽ അധ്യക്ഷത വഹിച്ചു. 36 ഡിവിഷനുകളിൽ വിജയിച്ച UDF കോർപ്പറേഷൻ ഭരണം നിലനിർത്തുകയായിരുന്നു. ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ജനുവരി 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. മലയാളത്തിന്റെ അതുല്യ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകി കലാകേരളം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ഭൗതിക ശരീരത്തിൽ വച്ച ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. പ്രിയ നടന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കമാകും. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിനു പുറമെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറാക്കി മാറ്റും. പ്രത്യേക ഓഫറുകളും 5 മുതൽ 50% വരെ വിലക്കുറവും ഇവിടെ ലഭിക്കും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് ബുധനാഴ്ച തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35,000 പൂച്ചെടികൾ ഇത്തവണ പുഷ്പമേളയിൽ കാണാനാകും. മേള അടുത്ത മാസം 4-ന് സമാപിക്കും.
ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ വിലക്കേർപ്പെടുത്തുകയും ആഘോഷത്തിനായി പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തെന്ന വാർത്തയെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാലയങ്ങളിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് മാത്രം വിലക്കേർപ്പെടുത്തുന്നത് വിവേചനമാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. ഇടുക്കി ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം തടഞ്ഞു. അനധികൃത നിർമ്മാണം കണ്ടെത്തിയതോടെയാണ് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നിർമ്മാണ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ ഈ മാസം 26 വരെ അറിയിക്കാം. റെയിൽവേ യാത്രക്കൂലി നിരക്കിൽ പരിഷ്കരണം. 215 കിലോമീറ്ററിലധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസ്സിൽ കിലോമീറ്ററിന് 1 പൈസ വീതം വർദ്ധിക്കും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ AC ഇതര ക്ലാസ്സിന് കിലോമീറ്ററിന് 2 പൈസ വർദ്ധിക്കും. AC ക്ലാസുകളിലും 2 പൈസ വർധനയുണ്ട്. എന്നാൽ ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രാ നിരക്കിൽ വർധനയില്ല. നിരക്ക് വർധന ഈ മാസം 26 മുതൽ പ്രാബല്യത്തിൽ വരും. യാത്ര ചെയ്യുന്നവർക്ക് ശുചിമുറികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ക്ലൂ മൊബൈൽ ആപ്പുമായി സംസ്ഥാന സർക്കാർ. ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രധാന വിനോദസഞ്ചാര പാതകളെയും ദേശീയ പാതകളെയും കേന്ദ്രീകരിച്ചാണ് പദ്ധതി. വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ക്ലൂ ആപ്പ് സജ്ജമാക്കിയത്. യാത്രക്കാർക്ക് അവർ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ശുചിമുറികൾ ആപ്പിലൂടെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. പൊതു ശുചിമുറികൾക്ക് പുറമെ മികച്ച നിലവാരം പുലർത്തുന്ന സ്വകാര്യ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും ശുചിമുറികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ശൃംഖല വിപുലീകരിച്ചിരിക്കുന്നത്. ഓരോ ശുചിമുറി കേന്ദ്രത്തിന്റെയും പ്രവർത്തന സമയം, പാർക്കിംഗ് സൌകര്യം, ഉപയോക്താക്കളുടെ റേറ്റിംഗ് തുടങ്ങിയവ ആപ്പിലൂടെ തത്സമയം അറിയാൻ സാധിക്കും. കേരളത്തെ മികച്ച ശുചിത്വ സൌഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി ആഗോളതലത്തിൽ ഉയർത്തുകയാണ് ആപ്പിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശബരിമല സന്നിധാനത്തേക്കുള്ള തങ്ക അങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച പുറപ്പെടും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര ഈ മാസം 26 വൈകുന്നേരം സന്നിധാനത്തെത്തും. 27 മണ്ഡലപൂജ. അന്നദാനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ സന്നിധാനത്ത് സദ്യ വിളമ്പി തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി മറ്റന്നാൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന തങ്കയങ്കി ഘോഷയാത്ര 26 സന്നിധാനത്തെത്തി വൈകിട്ട് 6:30 അയ്യന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. തീർത്ഥാടകർക്ക് അന്നദാനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ സദ്യ വിളമ്പി തുടങ്ങി. സന്നിധാനത്ത് കഴിഞ്ഞ 3 ഞായറാഴ്ചകളിലേതിനു സമാനമായി തിരക്ക് കുറഞ്ഞ ദിനമായിരുന്നു ഇന്നും. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാന് ജയം. ദുബായിൽ നടന്ന ഫൈനലിൽ 191 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 347 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് 26.2 ഓവറിൽ 156 റൺ നേടുന്നതിനിടെ വിക്കറ്റെല്ലാം നഷ്ടമായി. മൂന്നാറിൽ താപനില -ഡിഗ്രിയിലേക്ക് താഴ്ന്നതോടെ സഞ്ചാരികളുടെ വൻ പ്രവാഹം. കന്നിമല, നടയാർ, നല്ലതണ്ണി, മൂന്നാർ ടൗൺ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ താപനില 0 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. 2047 വികസിത ഭാരതം സാക്ഷാത്കരിക്കുക ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. റെയിൽ യാത്രാക്കൂലിയിൽ വർധന. 215 കിലോമീറ്ററിലധികമുള്ള ഓർഡിനറി ക്ലാസ്സിലെ യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസ വീതം കൂടും. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന് വിട നൽകി കലാകേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളത്തെ വീട്ടുവളപ്പിൽ നടന്നു. സംസ്ഥാനത്ത് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കം. യാത്ര ചെയ്യുന്നവർക്ക് ശുചിമുറികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ക്ലൂ ആപ്പുമായി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.